മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെവിനും RJ ബിൻസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനുമോളുമായിട്ടുള്ള വഴക്കെല്ലാം തീർന്നു എന്ന് ബിൻസി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അവളുമായിട്ടുള്ള വഴക്ക് ഇപ്പോൾ അന്ന് ആ വെള്ളമൊഴിച്ചതോടെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ആ വഴക്കൊക്കെ അവസാനിച്ചു, പക്ഷേ എന്നാലും എനിക്ക് മെൻ്റലി അവളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നൊരാൾ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് തന്നെയാണ്. അത് തുടർന്നുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ തീർത്തിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നെവിൻ പറയുന്നത്. അതേപോലെ തന്നെ അനുമോൾ എൻ്റെ കയ്യിൽ മാന്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ അങ്ങോട്ട് മാന്താൻ പോയിട്ടല്ലേ നിനക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ആദിലയും നൂറയൊക്കെ ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അനുമോളുമായിട്ട് എനിക്ക് അങ്ങനെ കണക്റ്റ് ആവുന്നില്ല, പക്ഷേ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഫാൻസുകൾ കുഞ്ഞി പിള്ളേരായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാരികയും പറയുന്നുണ്ട്, എൻ്റെ കൊച്ചൊക്കെ നിൻ്റെ പാട്ടാണ് വീട്ടിൽ പാടിക്കൊണ്ട് നടക്കുന്ന മിയാവ് മിയാവ് എന്നുള്ള പാട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും പുറത്തിറങ്ങിയിട്ട് അടിച്ച് പൊളിക്കണം, മലേഷ്യക്ക് നമുക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ ബിൻസിനോട് പറയുന്നുണ്ട്. നമുക്ക് ചുമ്മാ പോകാം, ദുബായിൽ പോവാം, ദുബായിൽ എനിക്കൊരു ട്രിപ്പ് വന്ന് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ഒരു ഷോയിലാന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് വീണ്ടും സംസാരിക്കാനോ കുത്തിപ്പൊക്കാനോ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ സംസാരിക്കും, വരട്ടെ, വന്നു കഴിയുമ്പോൾ നോക്കാമെന്നാണ് നെവിൻ പറയുന്നത്.